വഖഫ് പരാമർശത്തിൽ പ്രതികരണം തേടിയനി 24 പ്രതിനിധിയോട് സുരേഷ് ഗോപിയുടെ ഭീഷണി. വിളിച്ചു വരുത്തിയാണ് അദ്ദേഹം 24 പ്രതിനിധിയോട് പ്രകോപിതനായത്. കാണിച്ചു തരാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീഷണി. പിന്നീട് എന്തിനാണ് താങ്കൾ ഇങ്ങനെ സംസാരിച്ചതെന്ന് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് 24-ൽ വന്ന വാർത്ത നമുക്കൊന്ന് നോക്കാം. 24 പ്രതിനിധി അലക്സ് റാം മുഹമ്മദിന് സുരേഷ് ഗോപിയുടെ ഭീഷണി. വിളിച്ചു വരുത്തിയാണ് 24 പ്രതിനിധിയോട് സുരേഷ് ഗോപി പ്രകോപിതനായത്. കാണിച്ചു തരാം എന്നതായിരുന്നു ഭീഷണി. പിന്നീട് എന്തിനാണ് ഇത്തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തിയതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ വാഹനത്തിൽ കയറി പോവുകയാണ് ഉണ്ടായത്. അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട്. അലക്സ്, നമ്മൾ ഈ വിഷയം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് സംഭവിച്ചത് എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗം അത് നമ്മളെല്ലാവരും കേട്ടതാണ്. കിരാതം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു. അപ്പോൾ അതിന്മേലുള്ള പ്രതികരണം ഇന്ന് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഭാഗത്തു നിന്ന് വരുന്നു. അതിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് അലക്സ് റാം മുഹമ്മദ് തേടുകയായിരുന്നു. മറ്റു മാധ്യമപ്രവർത്തകരും അലക്സിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചത് എന്താണ്? അനുജ, തീർച്ചയായും അത്തരത്തിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ കോൺഗ്രസും CPI-ഉം ഏറ്റെടുത്തിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ CPM-ന്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഇത്തരം മറുപടികളിൽ പ്രതികരണം തേടാൻ വേണ്ടി തീരുമാനിക്കുന്നതും. 24 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ആ പരിപാടിയിൽ, അത് സ്വകാര്യ പരിപാടിയായിരുന്നു, ആ പരിപാടിയിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടുന്നതിന് വേണ്ടി എത്തിയതും അങ്ങനെയാണ്. ആ പരിപാടി ഉദ്ഘാടനമൊക്കെ ചെയ്ത് എല്ലാവരും ആശംസകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും, കെ മുരളീധരൻ്റെ ഇന്നത്തെ പ്രസ്താവനയും AK ബാലൻ്റെ ഇന്നത്തെ പ്രസ്താവനയെ സംബന്ധിച്ചും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. AK ബാലൻ ഇതുമായി ബന്ധപ്പെട്ട വഖഫ് പരാമർശം പോലീസ് പരിശോധിക്കും എന്ന AK ബാലന്റെ പരാമർശത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാനും അഭിമുഖം, അതായത് മുഖത്തോട് മുഖം നോക്കുന്ന സ്ഥിതിയാണ്. അദ്ദേഹം കടന്നു പോവുകയായിരുന്നു എൻ്റെ മുന്നിലൂടെ. ആ ചോദ്യം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, പരിശോധിക്കട്ടെ എന്ന മറുപടി പറഞ്ഞാണ് അദ്ദേഹം കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവിടെ അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതും. അത് കഴിഞ്ഞതാണ് അദ്ദേഹം മുകളിലെത്തിയതിനു ശേഷം എന്നെ പ്രത്യേകം വിളിപ്പിക്കുന്നത്. വിളിപ്പിച്ച് നേരെ അദ്ദേഹം അകത്തേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തോടൊപ്പം ആ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഉണ്ടായിരുന്നു. അകത്തേക്ക് കൊണ്ടെത്തി ആ മുറിയിലെത്തി അതിനുശേഷം സുരേഷ് ഗോപി എന്നോട് ചോദിച്ചത്, ഞാൻ നടത്തിയ പ്രസംഗം കേട്ടോ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രി നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ചില്ല. ആ പ്രസംഗത്തെ സംബന്ധിച്ച് എന്താണെങ്കിലും കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ധാരണയും ഉണ്ട്. ആ പ്രസംഗം മറ്റു കക്ഷികളിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ അനുരണനങ്ങളെ സംബന്ധിച്ചാണ്, ആ പ്രതികരണങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ അങ്ങയുടെ പ്രതികരണം തേടിയത്. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, AK ബാലൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിലുള്ള പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയോട് തേടിയത്. എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന ധാർഷ്ട്യത്തോടെയുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അത് അങ്ങേക്ക് അവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാമായിരുന്നല്ലോ എന്നെൻ്റെ ചോദ്യത്തിന് എനിക്ക് സൗകര്യമില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരം ശൈലിയോട് അദ്ദേഹം അത് പറയുന്നു. അദ്ദേഹം ഒരു സൗഹൃദമായാണ് സംസാരിച്ചതെങ്കിൽ അത് തിരിച്ചറിയുന്നതിനുള്ള വിവേകം ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. ഭീഷണിയാണെങ്കിൽ ആ ഭീഷണിക്ക് മുമ്പിൽ തൽക്കാലം മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അങ്ങേ പോലെ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറ്റി നിർത്തി എന്തിനാണ് അങ്ങ് എന്നോട് ഹാർഷായി പെരുമാറുന്നതിൻ്റെ കാര്യം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പറയാൻ സൗകര്യമില്ല, എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ല, നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടോ. അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കെ മുരളീധരൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന, അതായത് മുനമ്പം വെച്ച് വഖഫിനെ കുത്തുകയാണെന്ന കെ മുരളീധരൻ്റെ പ്രസ്താവന, അത് അതേപടി തന്നെ ഞാൻ ചോദിച്ചതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചെന്നോട് ഇങ്ങനെ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടോ. ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രിക്ക് പറയാനുള്ളത് അങ്ങേക്ക് പറയാനുള്ള മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ മതിയല്ലോ, അവിടേക്ക് അങ്ങേക്ക് പ്രതികരണം ഇല്ല എങ്കിൽ അങ്ങേക്ക് അത് അവിടെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന ധാർഷ്ട്യത്തോടെയുള്ള ധിക്കാരത്തോടെയുള്ള മറുപടി അദ്ദേഹം നൽകുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ഒരു കഷ്ടിച്ചൊരു 5-10 മിനിറ്റ് അതിനുള്ളിൽ മാത്രമാണ് ആ സംസാരം നീണ്ടത്. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഈ ദൃശ്യങ്ങൾ, അതായത് അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് മൊബൈൽ ഫോണിൽ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ശ്രമം ഗൺമാൻ നടത്തി. ഞാൻ ഗൺമാനെ പറഞ്ഞു വിളിക്കും, നിങ്ങൾ ഗൺമാൻ ദൃശ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ക്യാമറാസിനോട് അകത്ത് വരാൻ ഞാൻ പറയും, അവരും ദൃശ്യങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗൺമാൻ ആ ക്യാമറ ഓഫ് ചെയ്യുന്നതാണ് കണ്ടത്.